ലാഭം. അതാണ് മിക്ക കൃഷികളുടെയും വിജയത്തിനുള്ള സൂത്രവാക്യം. എറണാകുളം നെടുമ്പാശ്ശേരിയിലെ തോമസ് ഇത്തരത്തിൽ പല കൃഷികൾ ഒന്നിപ്പിച്ച് ചിലവ് ചുരുക്കുന്ന ഒരു കർഷകനാണ്. നെടുമ്പാശ്ശേരിയിലെ തോമസ് ചേട്ടൻ ഒരു സാധാരണ കർഷകനാണ്. ശാസ്ത്രീയമായ പാഠങ്ങളെയോ നൂതനമായ സാങ്കേതികതയോ ഒന്നും ആശ്രയിച്ചല്ല കൃഷിജീവിതം. നാട്ടറിവുകളും നാടൻ ശൈലികളുമാണ് കൃഷിക്ക് തുണ. ഒരുപക്ഷെ നമുക്കിടയിലെ ഭൂരിപക്ഷം കർഷകരുടെയും പ്രതിനിധിയാണ് തോമസ്. ആട് വളർത്തലാണ് തോമസ് ചേട്ടന്റെ കൃഷിപ്പണികളുടെ അടിസ്ഥാനം. ആടുകൾ ഇദ്ദേഹത്തിന് സ്വന്തക്കാരാണ്. കണ്ടി 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 വേണേ കണ്ടി മാളോ 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 വാ ഇങ്ങോട്ട് ഇരിക്കുന്നേ മാളോ വാ. വീട്ടിനടുത്തെ 2 ഷെഡുകളിലായാണ് ആടുകളെ പാർപ്പിച്ചിരിക്കുന്നത്. ടാർപോളിൻ മേഞ്ഞ ചെറിയ ഷെഡുകൾ. തടികൊണ്ട് തറ പണിതുയർത്തി. 40-ലധികം ആടുകൾക്ക് ഇതാണ് താവളം. 50-ലധികം ആടുകൾ ഇവിടെ വളർന്നിട്ടുണ്ട്. പ്രസവ വാർഡ് വേറെയാണ് ഒരുക്കിയിരിക്കുന്നത്. ഈ പ്രസവിക്കുമ്പോൾ ഒക്കെ ഇതിൽ കയറ്റും. അപ്പം പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈറ്റിട്ട് നോട്ടവും കിട്ടും. ഈ കുഞ്ഞുങ്ങളല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വെടവി പോകില്ല. അവിടെ ആയാലും വെടവി പോകും. അപ്പോൾ എന്നിട്ട് നമ്മൾ പലയിട്ട് കൊടുക്കും. പലയിട്ട് കൊടുത്ത് സംഗതി പ്രസവിക്കുമ്പോൾ ചിലപ്പോൾ 4, 3, 4 ഒക്കെ എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം ഒന്നും പിറ്റേ ദിവസമൊക്കെ ആയിട്ട് പ്രസവിക്കും. അപ്പോൾ പ്രസവിക്കുമ്പോഴൊക്കെ ഏതാണ്ട് 10-15 ദിവസത്തേക്ക് അതിൽ കയറ്റും. ആടു വളർത്തലിൽ ഏതാണ്ടൊരു ചെലവില്ലാ കൃഷി രീതിയാണ് തോമസ് ചേട്ടൻ്റേത്. അതാണ് അദ്ദേഹത്തിന്റെ വിജയവും. റോഡിനോട് ചേർന്ന് കിടക്കുന്ന തുറന്ന സ്ഥലത്തിലേക്ക് ആടുകളെ മേയാൻ വിടും. പ്രധാന തീറ്റ അവർ അവിടെ നിന്ന് കണ്ടെത്തിക്കൊള്ളും. തീറ്റ ചെലവിന്റെ പേരിൽ ചേട്ടനെ അധികം ബുദ്ധിമുട്ടിക്കില്ല. സ്വതന്ത്രമായി മേഞ്ഞു നടക്കുന്ന ആടുകളെ തിരിച്ചെത്തിക്കാനുള്ള ബുദ്ധിമുട്ട് സഹിച്ചാൽ മതി. പിന്നെ ഉച്ച കഴിഞ്ഞ് 3 മണി 2:45, 3 മണിയാകുമ്പോൾ ഞാൻ അഴിച്ചിടും. അഴിച്ചിട്ട് ഇപ്പോൾ നമ്മൾ വൈഫും ഭാര്യയും ഞാനീ പുള്ളി സഹായിക്കും. പുള്ളി 4-5 മണിയാകുമ്പോഴേക്കും 5-5:30 ആകുമ്പോഴേക്കും പുള്ളിയും വന്ന് വരും. അപ്പോൾ അങ്ങനെ മാറി നോക്കും. പിന്നെ എനിക്ക് ഇത്തിരി കൃഷിപ്പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഏത് സമയത്തെന്ന് പറഞ്ഞ് ഇതിൻ്റെ പിന്നാലെ തന്നെ നടക്കാൻ പറ്റില്ല. തീറ്റ കുറച്ചു മതി എന്നത് മാത്രമല്ല, കൂടുതൽ സമയവും പുറത്തലഞ്ഞു നടക്കുന്നത് കൊണ്ടുള്ള സൗകര്യം. ആടുകൾക്ക് മുഴുവൻ സമയം കഴിയേണ്ട വിധത്തിൽ വലിയ കൂടൊരുക്കേണ്ട കാര്യമില്ല. കൂട് കൃത്യമായി ശുചിയാക്കി പരിപാലിക്കുന്നതിൽ ഇളവ് നേടുകയും ചെയ്യാം. പിന്നെ അലഞ്ഞു നടന്ന് എല്ലാ ഇലയും തിന്നുന്ന ആടുകൾക്ക് രോഗപ്രതിരോധ ശേഷി കൂടുമെന്നാണ് തോമസ് ചേട്ടന്റെ കണ്ടുപിടുത്തം. പിന്നെ അത്യാവശ്യം ഒരു പന്തി മരുന്നൊക്കെ നമ്മുടെ ഇത് റെഡി സ്റ്റോക്കാണ്. എന്നുവെച്ചാൽ ഈ 10 കപ്പണ്ണുള്ള കാരണം ഏത് സമയത്തും വയറിളക്കം വരാം. വിര ബാക്കി മാസത്തിൽ കൂടി കൊടുത്തില്ലെങ്കിൽ വിര ഈ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് വിര ഉണ്ടാവും. നാടൻ ഇനമായ മലബാറി ആടുകളാണ് ഇവിടെ കൂടുതൽ. ജമുന പ്യാരിയുമുണ്ട്. കൂടെ ക്രോസ് ഇനങ്ങളും. ആട്ടിൻകുട്ടികളെ വിൽക്കുന്നതിലൂടെയാണ് പ്രധാനമായും വരുമാനം കണ്ടെത്തുന്നത്. ഒരുപാട് നിർത്തൂല. ഒരു 6 മാസം ആകുമ്പോഴേക്കും. എന്നിട്ട് ഇടയ്ക്ക് നമ്മൾ മറ്റുള്ള മുട്ടന്മാരെ ഓരോന്നിനും മേടിക്കും. ഇതുങ്ങളെ കൊടുത്തുകൊണ്ട് നമ്മൾ ന്യായമായിട്ടുള്ള പൈസയ്ക്ക് നല്ല മുട്ടന്മാരെ കിട്ടുമ്പോൾ നമ്മൾ മേടിച്ചിട്ട് നമ്മുടെ മുട്ടനെ അങ്ങോട്ട് കൊടുക്കും. ആട്ടിൻകുട്ടികളെ വാങ്ങാൻ എപ്പോഴും ആളുണ്ടെന്നത് തോമസിനെ പോലുള്ള കർഷകർക്ക് ആശ്വാസമാണ്. തള്ളയാടിന്റെ പാലുകൊണ്ട് തന്നെ വളരുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ല ആരോഗ്യമുണ്ടാകും, നല്ല വിലയും കിട്ടും. കുട്ടികളെന്ന് പറഞ്ഞപ്പോൾ 5 മാസം 6 മാസമൊക്കെ എത്തുന്ന കുട്ടികൾക്കെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 4500 രൂപ 4000 രൂപ ആവറേജ് ഒരു 4000 രൂപ നമുക്ക് വില കിട്ടാനുള്ള കണ്ടീഷനിൽ കിട്ടുന്നുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ ഓവറ വലിപ്പത്തിലല്ല കൊടുക്കണേ, ഇടത്തരാകുമ്പോൾ നമ്മൾ കൊടുക്കണം. അതേസമയം 6000 രൂപ 6500 രൂപയ്ക്ക് വരെ മുട്ടനെ കൊടുത്തിട്ടുണ്ട്. ആട്ടിൻപാലിന് ആവശ്യക്കാരേറെയാണ്. ആവശ്യവുമായി വരുന്നവർക്കെല്ലാം കൊടുക്കാൻ പറ്റില്ലെന്ന പ്രശ്നമേ ഉള്ളൂ. ലിറ്ററിന് 100 രൂപയിൽ കൂടുതൽ വില കിട്ടും. ദിവസം 3 ലിറ്ററിനടുത്ത് പാൽ പുറത്തു കൊടുക്കാൻ കഴിയും. കറവയും നോട്ടവുമെല്ലാം സ്വയം ചെയ്യുമെന്നതിനാൽ പണിക്കൂലിയും ലാഭം. എവിടെ പൊട്ടു
പൊട്ടു. സ്വന്തമായി കണ്ടെത്തുന്ന തീറ്റയ്ക്ക് പുറമെ ആടുകൾക്ക് ചെറിയ അളവിൽ കൈത്തീറ്റയും നൽകും. ധാന്യപ്പൊടികൾ ചേർത്ത മിശ്രിതമാണ് മുഖ്യ ഭക്ഷ്യ ഇനം. ആട്ടിൻ കാഷ്ടം ഇവിടെ വെറും മാലിന്യമല്ല. വീട്ടിലെ ബയോഗ്യാസ് പ്ലാന്റിന്റെ ഇന്ധനം ഈ കാഷ്ടമാണ്. 4 കൊല്ലമായി അടുക്കളയിൽ തീ പുകയുന്നത് ഈ പ്ലാന്റ് കാരണമാണ്. ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് പുറന്തള്ളുന്ന മാലിന്യം വീട്ടിന് ചുറ്റുമുള്ള പച്ചക്കറി കൃഷിക്ക് വളമാകുന്നു. വെള്ളരിയും പയറും കുമ്പളവും മത്തനുമൊക്കെ നന്നായി ഫലം തരുന്നതിന് കാരണം മറ്റൊന്നല്ല, ഫുള്ളായിട്ട് വേസ്റ്റ് അതിൻ്റെ ഇത് ഇടാനായിട്ടുള്ള കുഴിയിടത്. അപ്പോൾ കോരിയിട്ടിട്ടെന്ന് പറഞ്ഞാൽ അതിൽ ചവറും അതിൽ കിട്ടുന്ന സാധനം ഇട്ട് നമ്മൾ ജൈവവളമായിട്ട് ഉപയോഗിക്കണം. ആട്ടിൻ മാലിന്യത്തിന്റെ ഈ പ്രാധാന്യം കൊണ്ടാണ് പാല് കറന്നെടുക്കുന്ന അത്രയും താല്പര്യം കാഷ്ടം ശേഖരിക്കുന്നതിലും തോമസ് കാണിക്കുന്നത്. സുഹൃത്തുക്കളായ പല കർഷകരും ആട്ടിൻ വളം തേടി വരാറുണ്ട്. സ്വന്തം കൃഷിയിടത്തിലേക്കുള്ള ആവശ്യം കഴിഞ്ഞാൽ അവർക്കും നൽകുന്നതിൽ സന്തോഷമേയുള്ളൂ. ബയോഗ്യാസിൻ്റെ വേസ്റ്റ് ഉണ്ടല്ലോ, ആ വേസ്റ്റും ഇതും കൂടെയും കൊണ്ടിട്ടുണ്ടെങ്കിൽ ജൈവവളം എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ജൈവവളമാണ്. ഇപ്പോൾ മുളകും തൈയൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തോരം നമ്മൾ ഈ ഉണ്ടമുളക് കാന്താരിയൊക്കെ എന്ന് പറഞ്ഞാൽ എപ്പോഴും എല്ലാം പോയുള്ളൂ, എന്നാലും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടൊക്കെ എന്ന് പറഞ്ഞാൽ നിന്ന് കുലച്ച് ഇഷ്ടം പോലെ മുളകുണ്ടാവും. അവിടെ എപ്പോഴും ആ കൊടികൾ തെപ്പുണ്ട്. വാഴകൃഷിയാണ് പ്രധാനമായുള്ളത്. ഏത്തന്റെ 1000-ലധികം കന്നുകൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഞാലിപ്പൂവനും റോബസ്റ്റും വേറെയുണ്ട്. വാഴയിനങ്ങൾ വിപണിക്കും കാലാവസ്ഥയ്ക്കുമനുസരിച്ച് ഇടയ്ക്ക് മാറ്റുകയും ചെയ്യും. ഇനി ഞാലിപ്പൂവൻ ഇവിടെ സ്ഥിരം കൃഷി ചെയ്തിട്ട് ഈ ഒരുപാട് കണ്ണ് പൊട്ടണം. അപ്പോൾ കണ്ണ് പിരിച്ചു മാറ്റാനായിട്ടെന്ന് പറഞ്ഞാൽ സംഗതി ഭയങ്കര പാട്. അത് കാരണം ഞാലിപ്പൂവിൻ്റെ കൃഷി നിർത്തിയിട്ട് ഇപ്പോൾ ഏത്തവാഴമേ തിരികെ ആദ്യം ഏത്തവാഴ കൃഷിയായിരുന്നു, പിന്നെയാണ് ഞാലിപ്പൂവിനൊക്കെ ചില സമയത്ത് നല്ല 50-55 രൂപ 60 രൂപ വരെ വന്നിട്ടുണ്ട്. 2 ഏക്കർ സ്ഥലമേ സ്വന്തമായുള്ളൂ. 3 ഏക്കർ പാട്ടത്തിനെടുത്ത് ആകെ 5 ഏക്കറിലാണ് കൃഷി. ഏക്കറിന് 10,000 രൂപയാണ് വാടക. ജൈവ രീതിയിലെ കൃഷിയിൽ പ്രധാന സഹായം ആട്ടിൻ കാഷ്ടം തന്നെ. വേപ്പിൻ പിണ്ണാക്കും ആവശ്യത്തിന്. ആട്ടുംകാട്ട് അടികളായിട്ട് ഫസ്റ്റിലിടും. ഫസ്റ്റിൽ നമ്മൾ ഈ ഫസ്റ്റിലെ വാഴക്കണ്ണ വയ്ക്കില്ലേ, ആ സമയത്ത് അടികളായിട്ടിടും. ഇത് കഴിഞ്ഞിട്ട് ഞാൻ 2ാമത്തെ വളത്തിന് ഇട്ടു. ഈ തവണ ഇതിപ്പോൾ 3ാമത്തെ വള, ഇതിനിട്ടില്ല. ഇനിയിപ്പോൾ ആട്ടുംകാട്ടോടില്ല. ഇത്തവണ കപ്പയ്ക്ക് വില കുറഞ്ഞെങ്കിലും തോമസ് ഏട്ടൻ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. കിലോയ്ക്ക് 27-ന് മുകളിൽ വിലയുണ്ടായിരുന്ന കപ്പയ്ക്ക് തോട്ടത്തിൽ നിന്ന് എടുക്കുന്നവർ വെറും 7 രൂപ തരുന്ന അവസ്ഥ വരെ ഉണ്ടായി. 12 രൂപയെങ്കിലും കിലോയ്ക്ക് കിട്ടിയാൽ ലാഭമായി എന്നാണ് ഇദ്ദേഹത്തിന്റെ കണക്കുകൂട്ട്. നമ്മുടെ കൂട്ടുകാരൻ മൂവാറ്റുപുഴയിൽ നിന്ന് കൊണ്ട കമ്പ അവർ ഇത് കുത്താനായിട്ട്. അപ്പോൾ ഇത് 8 മാസക്കുള്ള 6 മാസമല്ല 8 മാസക്കുള്ളി, അതായത് കൊട്ടാരക്കര. ശരിക്കും പറഞ്ഞാൽ കൊട്ടാരക്കരയാണ്. ഇപ്പോൾ അത്യാവശ്യം ഈ ഇത് കപ്പ പിടുത്തവും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ കപ്പയ്ക്ക് ഈ പൂടേയും വേരും വന്നിടുന്നതിന് കപ്പ പിടുത്തം കുറവാണ്. പക്ഷേ ഇത് ഇപ്പോൾ നമ്മൾ വലിച്ചിട്ട് വേരുമില്ല പൂടയില്ല. അപ്പോൾ പിന്നെ നമ്മുടെ ഓരോ സമയത്തുള്ള പ്രയത്നത്തിൻ്റെ അനുസരിച്ചായിരിക്കും നമുക്ക് ഇതിൻ്റെ വിളവ് കിട്ടണത്. 9 മാസത്തിനിടയ്ക്ക് 3 വട്ടമാണ് കപ്പയ്ക്ക് വളം ചെയ്യുന്നത്. 3 വട്ടം തന്നെ മണ്ണിളക്കുകയും ചെയ്യും. തോട്ടത്തിൽ വന്ന് തന്നെ വാങ്ങുന്നവർക്ക് ചില്ലറയായും ലോക്കൽ മാർക്കറ്റിലും വിൽക്കും. വിലയിടിവ് കൂടാതെ മറ്റൊരു പേടി കൂടിയുണ്ട് തോമസിന് കപ്പ കൃഷി ചെയ്യുമ്പോൾ. പിന്നെ എലിശല്യം നമ്മൾ എത്രയൊക്കെ ചെയ്തിട്ടും എലിശല്യം എങ്ങനെ പോയാലും വന്നുണ്ട്. പിന്നെ ഇത്രയൊക്കെ കിട്ടണമെന്ന് പറഞ്ഞാൽ നമ്മുടെ യോഗം കൊണ്ട് കിട്ടണമെന്ന് മാത്രം. കൃഷിപ്പണിയിൽ നിന്ന് അമിതമായ ലാഭമുണ്ടാക്കുന്നയാളല്ല തോമസ്. അമിത മോഹങ്ങളുമില്ല. ഈ രംഗത്തെ പല കയറ്റിറക്കങ്ങളും കണ്ടിട്ടുമുണ്ട്. തന്റെ വിജയത്തിനും ശുഭപ്രതീക്ഷകൾക്കും കാരണമെന്തെന്ന് ചോദിച്ചാൽ മൃഗസംരക്ഷണവും കൃഷിയും കൈകോർത്തു കൊണ്ടുപോകുന്നത് തന്നെയാണെന്ന് ഇദ്ദേഹം അടിവരയിടും. തോമസുമായി നേരിട്ട് ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നവർ വിലാസം ശ്രദ്ധിക്കുക. തോമസ്, നെടുമ്പാശ്ശേരി, എറണാകുളം. ഫോൺ നമ്പർ 0484 26009663. നമ്പർ ഒരിക്കൽ കൂടി 0484 26009663. നാട്ടുപച്ചയുടെ ഇന്നത്തെ സമയം ഇവിടെ പൂർത്തിയാകുന്നു. നാട്ടുപച്ചയുടെ മുൻപുള്ള എപ്പിസോഡുകൾ manorama.news.com-ലും യൂട്യൂബിലും ലഭ്യമാണ്. നാട്ടുപച്ചയെക്കുറിച്ചുള്ള പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അഭിപ്രായങ്ങൾ അറിയിക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, നാട്ടുപച്ച, മനോരമ ന്യൂസ്, അരൂർ, ആലപ്പുഴ. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.